പ്രൈസ് ദി ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചാനലിലൂടെ കടന്നു വരുന്ന ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിനൊക്കെ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവുമായി കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ബിജുവാണ്. എറണാകുളം പനങ്ങാട് നിന്നാണ്. സുവിശേഷകനായി കർത്താവ് ഉപയോഗിക്കുന്ന അനേക മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ഒരു പാട്ടുകാരനുമാണ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ജീവിതാനുഭവം ഷെയർ ചെയ്യേണ്ടതിന് വേണ്ടി ജോയ്സ് ടി വിയിലേക്ക് പ്രിയ കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസനെ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ, കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെയുള്ളതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. അപ്പോൾ അങ്ങയുടെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങൾ, കൊണ്ടുവന്ന എല്ലാ വിധങ്ങളും ഹല്ലേലൂയ കർത്താവേ ദിവസം പ്രസ്താവിപ്പാൻ പരിശുദ്ധാത്മാവ് ദാസൻ്റെ വായോടും നാവോടും കൂടെ ഇരിക്കുമാറാകണമേ. കേൾവിക്കാരുടെ ജീവിതത്തിൽ അതൊരു വലിയ വിടുതലായി മാറുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസനെ എറണാകുളത്ത് പനങ്ങാട് നിന്നാണെന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ ദാസനൊന്ന് സ്വയം പരിചയപ്പെടുത്തിയായിട്ട് വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ. എൻ്റെ പേര് ബിജു MC, പനങ്ങാട്. ഞാൻ എറണാകുളം ജില്ലയിൽ പനങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പാർത്തുകൊണ്ട് ആത്മീക സംഘടനയായ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ എറണാകുളം സെൻട്രലിലുള്ള പനങ്ങാട് ദൈവസഭയുടെ ഒരംഗമായി ഈ പ്രസ്ഥാനത്തോട് ചേർന്നും ഇതര ആത്മീക പ്രസ്ഥാനങ്ങളോട് ബന്ധപ്പെട്ടുമായി കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനായി വരുന്നു. ഓക്കെ, എൻ്റെ വീട്ടിൽ എനിക്ക് മാതാവ്, പിതാവ് മരിച്ചുപോയി. എനിക്ക് മാതാവ്, പിന്നെ ഒരു പെങ്ങൾ വിവാഹിതരായി ഒരു മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. പിന്നെ ഭാര്യ ഷീബ ഹൗസ് വൈഫായി വീട്ടിൽ ഉണ്ട്. അതുപോലെ എനിക്ക് 2 മക്കളെ ദൈവം ദാനമായി തന്നു. മൂത്ത മോള് ഹെപ്സീബ, അവള് +2 പഠിക്കുന്നു. ഇളയ മോൻ ഹാൽവിൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ ഓക്കെ പാസ്റ്റേ, താങ്ക് യു. ഇനിയുള്ള സമയം ഞാൻ പാസ്റ്റിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യുവാൻ നൽകി തരികയാണ്. പാസ്റ്റിന് അത് വിനിയോഗിക്കാവുന്നതാണ്. ഓക്കെ പാസ്റ്റേ, താങ്ക് യു പാസ്റ്റേ. സ്റ്റോപ്പ്. കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിലൂടെ ജോയ്സ് ടി വിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതകരമാകുന്ന ജീവിതാനുഭവങ്ങളെക്കുറിച്ച് പ്രേക്ഷകരോടും പങ്കുവയ്ക്കുവാൻ ദൈവമൊരുക്കിയ നല്ല സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്ന കർത്തൃദാസി, മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് ബിജു എന്നാണ്. 30 വർഷം മുമ്പ് എറണാകുളം ജില്ലയിൽ കടന്നു വരുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് പറത്താനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒരു കൊച്ചു ഗ്രാമമാണ്.
അവിടെ മാതാപിതാക്കളാൽ ഞങ്ങൾ 2 മക്കൾ ജനിച്ച് വളർത്തപ്പെടാൻ ഇടയായി തീർന്നു. ഞാനും എൻ്റെ ഇളയ പെങ്ങളും. എൻ്റെ സഹോദരിയുടെ പേര് ഷിജി എന്നാണ്. എൻ്റെ മാതാവ് ചിന്നമ്മ. അങ്ങനെ ദൈവകൃപയാൽ ആ ദേശത്ത്, ആ ഗ്രാമത്തിൽ ജനിച്ച് വളർത്തപ്പെടാൻ ദൈവം കൃപ നൽകി. എൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് കടക്കുമ്പോൾ പാട്ടുകാരൻ പാടിയതുപോലെ, കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ, ബലഹീനനാം ഏഴ് എന്നെ ബലത്തോടെ നിർത്തിയല്ലോ എന്ന പാട്ടുകാരൻ പാടിയിരിക്കുന്നത് പോലെ, കഴിഞ്ഞ കാലത്തിന്റെ ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകാൻ ഇടയായി തീർന്നു. പാസ്റ്റർ ഒരു പാട്ടുകാരനാണല്ലോ, അപ്പൊ ആ 2 ലൈൻ ഒന്ന് പാടിയാലേ. തീർച്ചയായും ദൈവത്തിന്റെ കരുണയാല് കഴിഞ്ഞ നാളുകളിൽ മീഡിയയിലൊക്കെ പ്രശസ്തമായിരിക്കുന്ന ഒരു ഗാനം, നിൻ സ്നേഹം ഞാൻ രുചിച്ചു പോയ എത്രയോ മധുരം, അതെൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് പാടിയിരിക്കുന്നത്. ഈ ഗാനം എഴുതി ചിട്ടപ്പെടുത്തി ആലപിച്ചിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് സാംസൺ ചെങ്ങന്നൂർ ആണ്. എൻ്റെ പ്രത്യേകമാകുന്ന ഒരു ജീവിതാനുഭവ സാഹചര്യത്തിൽ ഈ ഗാനം കേൾക്കുവാനും അത് പഠിക്കുവാനും ഇടയായി തീർന്നു. ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ആ ഗാനത്തിൻ്റെ ഈ 2 ചരണം പാടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം, നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം, തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എന്നാവിനെത്ര മധുരം, തേനിനേക്കാളും തേൻ കട്ടയേക്കാളും എന്നാവിനെത്ര മധുരം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോ ഇതിനൊന്നും യോഗ്യനല്ലേ, ബലഹീനനാം ഏഴയെന്നെ ബലത്തോടെ നിർത്തിയല്ലോ. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോ ഇതിനൊന്നും യോഗ്യനല്ലേ, ബലഹീനനാം ഏഴയെന്നെ ബലത്തോടെ നിർത്തിയല്ലോ. അനുഗ്രഹീതമാകുന്ന ഈ ഗാനം കോവിഡ് അനന്തരമായി ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ഒരു വിവാഹ വേദിയിൽ, പ്രത്യേകിച്ച് എൻ്റെ മാതൃസഭയിൽ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വി വി മാത്യുവിൻ്റെ മകൻ ജോൺസൺ മാത്യുവിൻ്റെ വിവാഹവേദിയിൽ ഈ ഗാനം ആലപിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആ ഗാനം 3.5 ലക്ഷത്തോളം ആളുകൾ അവരുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി മാറി. 500-ൽ പരം ആളുകൾ ഒരു ദിവസം കാണുന്ന ഒരു ലെവലിലേക്ക് ആ ഗാനം വഴിമാറുവാനിടയായി. ഇതിൻ്റെ പിന്നിലെ കാര്യമെന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ പച്ചയായ ജീവിത അനുഭവങ്ങളെ തുറന്നു കാട്ടുന്ന ഒരു ലഘു വിവരണമായിരുന്നു ആ ഗാനം.
അത് വളരെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ആ പാട്ട് വളരെ ആഗ്രഹത്തോടെ പഠിക്കുകയും പാടുവാനിടയായി തീരുകയും ചെയ്തു. അത് നിമിത്തം സ്വദേശത്തും വിദേശത്തുമായി ഒരുപാട് ദൈവമക്കൾക്ക് ആ ഗാനം അനുഗ്രഹമായി തീരുന്നു. യൂട്യൂബിൽ ആ ഗാനം കിടപ്പുണ്ട്. മറ്റു പല ഗാനങ്ങളും അതോടനുബന്ധിച്ച് ആലപിച്ച ഗാനങ്ങളുണ്ട്. എന്നാൽ ഈ ഗാനത്തിന്റെ ഒരു പ്രത്യേകത, അനേക ദൈവമക്കൾ ജീവിതത്തിൽ തകർന്നു പോയവർ, ഒരു പ്രതീക്ഷയുമില്ലാതെ ഇരുന്ന ആളുകൾ, അങ്ങനെ രോഗികളായിരുന്ന ആളുകൾ, അങ്ങനെ ജീവിതത്തിന്റെ സന്തോഷമില്ലാതെ പ്രത്യാശയിരുന്ന ഒരുപാട് ആളുകൾക്ക് പ്രത്യാശ നൽകുവാൻ, ആശ്വാസം നൽകുവാൻ, സന്തോഷം നൽകുവാൻ ഈ ഗാനത്തിലൂടെ ഇടയായി തീർന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ ഗാനത്തിലൂടെയാണ് ദൈവകൃപയാൽ ഈ കർത്തൃ ശുശ്രൂഷയിൽ ഇത്രത്തോളം ആളുകളുമായി ബന്ധപ്പെടുവാനുള്ളതായ വേദികളും അവസരങ്ങളും ഉണ്ടാകുവാനിടയായി തീർന്നത് ഈ ഗാനാലാപനത്തിലൂടെയാണ്. ഗാന മികവിനേക്കാൾ അപ്പുറത്ത് ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഭവങ്ങളിൽ നിറഞ്ഞ ഹൃദയത്തോടെ, നിറകണ്ണുകളോടെ ആ ഗാനം പാടുവാനിടയായി തീർന്നത് നിമിത്തം വലിയ ഒരു ദൈവപ്രവൃത്തി അതിനകത്തൂടെ കാണാൻ കർത്താവ് കൃപയാൽ ഇടയായി തീർന്നു. അതിനകത്തെ വരികളെന്ന് പറയുന്നത്, കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ എന്നാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഈ സാഹചര്യം എന്ന് കഴിഞ്ഞ കാലം ഓർത്ത് ഞാൻ ആ പാട്ട് പാടുവാനിടയായി തീർന്നു. ആ സംഭവം എന്ന് പറയുന്നത്, എന്റെ അമ്മയുടെ സഹോദരി, അവരുടെ ജീവിതത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്, എന്റെ ബാല്യകാലത്തിൽ എന്റെ അമ്മയുടെ അനുജത്തിയുടെ ഭർത്താവ് മരണപ്പെടുവാനിടയായി തീർന്നു. എന്നാല് ഒരു മോളെ ദൈവം ദാനമായി കൊടുത്തു. അങ്ങനെ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് തന്റെ ജീവിത സാഹചര്യങ്ങൾ വഴിമാറുവാനിടയായി എല്ലാ അർത്ഥത്തിലും തകർന്ന ഒരു അനുഭവത്തിലേക്ക് മാറുവാനിടയായി തീർന്നു. അങ്ങനെ ആ തകർന്നുപോയ ജീവിത പശ്ചാത്തലത്തിൽ കർത്താവിന്റെ കരം തന്റെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായി തീർന്നു. അങ്ങനെ ആ മോളെ ദൈവം അനുഗ്രഹിച്ചു. അവളെ ദൈവം മാനിക്കാനിടയായി. ഇന്ന് അവൾ ജർമ്മനിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അവൾക്ക് ദൈവം നല്ലൊരു ഭാവി കൊടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ കഴിഞ്ഞ കാലത്തിൽ ദൈവം ഞങ്ങളെ ഇത്രത്തോളം നടത്തിയല്ലോ, ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ ദൈവം നൽകിയല്ലോ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ വളരെ ഉള്ളിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞ് ആ ഹാളിൽ നിന്ന് കണ്ണുനീരോടുകൂടി പുറത്തുപോയി പൊട്ടിക്കരഞ്ഞ് വീണ്ടും മടങ്ങി വന്ന് ഞാൻ ആ ഗാനം കേൾക്കാനിടയായിപ്പോയി. അവർ തകർന്നുപോയ ഞങ്ങളുടെ കുടുംബത്തെ ദൈവമേ ഇത്രത്തോളം ആദരിച്ചുവല്ലോ എന്നുള്ളതായ ദൈവത്തിൻ്റെതായ ആ അത്ഭുത പ്രവൃത്തി ഓർത്ത് ഞാൻ ആ ഗാനം പഠിക്കാനും അത് പാടുവാനുമുള്ള പ്രേരണ ലഭിച്ചത് അങ്ങനെയാണ്. മറ്റു പല സ്ഥലങ്ങളിലും ആ ഗാനം പാടാൻ ഇടയായി തീർന്നെങ്കിലും ആ ജീവിത അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് നൽകിയ ആ ഗാനം നിമിത്തം പല പ്രിയപ്പെട്ടവരും ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ആശ്വാസം പ്രാപിക്കാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ ജീവിത പശ്ചാത്തലത്തെ കുറിച്ച് ഓർത്താൽ ഒരുപാട് കാര്യങ്ങൾ സ്ഥാപിക്കുവാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങൾ രണ്ട് മക്കളാണ്. എൻ്റെ ബാല്യകാലത്തില് ഞങ്ങളുടെ കുടുംബമെന്ന് പറയുന്നത് വളരെ തകർന്ന ഒരവസ്ഥയിലായിരുന്നു.
ബാല്യകാലത്തിൽ തന്നെ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾ ധന്യമായി പോയി. ഞങ്ങളുടെ വീട് ഒരു തകർന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ പിതാവിന്റെ സ്നേഹം നഷ്ടമായി. മാതാവ് ഞങ്ങൾ തനിച്ച് മാത്രമായി ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങളുടെ ജീവിതം വഴിമാറി. മുൻപോട്ടുള്ള ജീവിതത്തിലുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് മുൻപോട്ട് പോകുന്ന എൻ്റെ ആ ബാല്യകാലത്തിൽ എനിക്ക് ടൈഫോയിഡ് എന്ന് പറഞ്ഞതായ ഒരു രോഗം പിടിക്കുകയും ദീർഘനാളുകൾ ചികിത്സയിലാകുകയും ചെയ്തു. അങ്ങനെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ളതായ യാത്രയിൽ വഴിമുട്ടിയപ്പോൾ ഞാനും എൻ്റെ കൊച്ചു മകളും ഞങ്ങളെ അമ്മ അടുത്ത് ചേർത്തിട്ട് എന്നോട് ചോദിച്ചു, മോനെ നമുക്ക് ഇനി മുമ്പോട്ട് ജീവിക്കണ്ട, നമുക്ക് മരിക്കാമെന്ന് പറയാനിടയായി. ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കറിയില്ല, മരണമെന്നൊന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല. എങ്കിലും ആ ബാല്യകാലത്ത് ഞാൻ വളരെ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ അമ്മയോട് പറഞ്ഞു, നമുക്ക് മരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ നിറകണ്ണുകളോടെ ഞങ്ങളെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ഇല്ല മോനെ, ഒരിക്കലും മരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഞാൻ വളർത്തുമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളെയും കൂലിപ്പണിയൊക്കെ എടുത്ത് ഞങ്ങളുടെ അമ്മ വളർത്താനിടയായി തീർന്നു. അപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. എൻ്റെ മാതാവ് നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മിക്ക ദിവസങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും അനേക ദൈവദാസന്മാരോട് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ വഴിമുട്ടിയപ്പോൾ ഏറെക്കുറെ ഞാൻ 4ാം ക്ലാസ്സിലാകുന്ന സമയമായപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഇനി മുൻപോട്ട് നമുക്ക് പോകുവാൻ കഴിയുകയില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എൻ്റെ മാതാവ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളതായ ഒരു ഭവനത്തിൽ നടന്നതായ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദൈവദാസൻ ശുശ്രൂഷിക്കാൻ വരുവാനിടയായി. ആ പ്രാർത്ഥനയിൽ പോയി ഞാനുമുണ്ട്. ആ പ്രാർത്ഥനയിൽ അവിടെ പോയി സംബന്ധിച്ചു. ആ ദൈവദാസൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മാതാവിന്റെ മാതാവ് പൊട്ടിക്കരയുവാനിടയായി. ആ പ്രാർത്ഥനയിൽ വെച്ച് ആ ദൈവദാസൻ കാര്യങ്ങളൊക്കെ ആരാഞ്ഞപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ, അനാഥരായ 2 കുഞ്ഞുങ്ങൾ ഉണ്ട്. എൻ്റെ മോക്ക് ഈ കുഞ്ഞുങ്ങളെ മുമ്പോട്ട് അവരുടെ കാര്യങ്ങൾ നോക്കുവാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇവരെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ കരഞ്ഞതാണെന്ന് ആ മാതാവ് പറഞ്ഞു. ആ ദൈവദാസൻ എന്ന് പറയുന്നത് ഏലപ്പാറ ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്ന ഗ്ലോബൽ മിഷൻസ് ഇന്ത്യ എന്ന് പറഞ്ഞ ആത്മീക പ്രസ്ഥാനത്തിന്റെ ഓവർസിയർ ആയിരുന്നു പാസ്റ്റർ PM ബേബി. ആ കർത്തൃദാസൻ മാതാവിനോട് പറഞ്ഞു, അമ്മച്ചി ഭാരപ്പെടണ്ട, അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഞാൻ ഒരു അനാഥശാല നടത്തുന്നുണ്ട്, അവിടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ആ ദൈവദാസൻ പറയാനിടയായി. അങ്ങനെ ഞങ്ങളുടെ മാതൃസഭ എന്ന് പറയുന്നത് മുണ്ടക്കയത്തിനടുത്ത് ചെളിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ആലയമുണ്ട്. ആ സഭയിലെ അംഗങ്ങളായിരുന്നു ഞങ്ങളുടെ ഭവനക്കാർ. എന്നാൽ അവര് ഞങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ആലോചിച്ച് തീരുമാനിച്ച് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി വാർദ്ധക്യത്തിലായിരിക്കുന്ന എൻ്റെ മാതാവും പിതാവും ഒക്കെ ചേർന്ന് ഞങ്ങളെ ഏലപ്പാറയിലുള്ള ആ അനാഥശാലയിലേക്ക് കൊണ്ടുപോകുവാനിടയായി. അങ്ങനെ ഞങ്ങളുടെ 5ാം ക്ലാസ് മുതലുള്ളതായ പഠനം, ഞാൻ 5ാം ക്ലാസ്സിലും എൻ്റെ പെങ്ങൾ, എൻ്റെ സഹോദരി 3ാം ക്ലാസ്സിലും, ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അവിടെ പഠിക്കാനിടയായി തീർന്നു. അങ്ങനെ 9ാം ക്ലാസ് വരെ ആ
ഓർഫനേജിൽ പഠിക്കാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. മാത്രമല്ല, ഈ ബാല്യകാലം എന്ന് പറയുന്നത് വളരെ ദുഃഖപൂർണമായിരുന്നു. ഇന്നും ഓർക്കാൻ കഴിയാത്ത നിലയിൽ വളരെ പ്രശ്നകലുഷിതമായതും സന്തോഷമില്ലാത്തതും പ്രത്യാശയില്ലാത്തതുമായ ഒരു ജീവിത സാഹചര്യമായിരുന്നു. എവിടെ നോക്കിയാലും ഞങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ നോക്കുമ്പോൾ അയ്യോഭാവം കാണിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കയറിക്കിടക്കാൻ വീടില്ല, ഓലക്കീറുകൾ മാത്രമുള്ള ചെറിയൊരു കുടില്, ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ടില്ല, ധരിക്കാൻ മാന്യമായിട്ടുള്ള വസ്ത്രമില്ല, കഴിക്കാനുള്ള ആഹാരം മാന്യമായി. ഇങ്ങനെ എല്ലാ നിലയിലും ശാരീരികവും മാനസികമായി തകർന്ന ആ സാഹചര്യത്തിന് നടുവിൽ അനാഥശാലയിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ആഹാരം ലഭിക്കാനിടയായി, നല്ല വസ്ത്രം ലഭിക്കാനിടയായി. ഞാനും എൻ്റെ കൊച്ചു പെങ്ങളും സന്ധ്യയാകുമ്പോൾ ഞങ്ങൾ മുഖാമുഖം നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞങ്ങൾ കരയും. ഇതായിരുന്നു ഞങ്ങളുടെ ആ കാലഘട്ടത്തിലെ ജീവിതം എന്ന് പറയുന്നത്. ഹൈറേഞ്ചിന്റെ തണുപ്പേറിയ ആ ജീവിത സാഹചര്യത്തിൽ ഞങ്ങൾ ഒരുപാട് വേദനകൾ അനുഭവിക്കാനിടയായി. പിന്നെ ഞങ്ങൾക്കവിടെ ആശ്വാസമായി തീർന്നത് പ്രിയ കർത്താവിന്റെ ദാസൻ, പ്രിയ ബേബിച്ച പാസ്റ്ററും, ഞങ്ങൾ പപ്പായെന്ന് വിളിക്കും, പപ്പായും ദൈവദാസിയായ മമ്മിയും ആയിരുന്നു. ഒരു മാതാവിനെ പോലെ, പിതാവിനെ പോലെ ഞങ്ങളെ കരുതുവാനും ഞങ്ങളെ സ്നേഹിക്കുവാനും ഇടയായി തീർന്നു. ഞങ്ങൾക്ക് ഒരുപാട് സഹോദരങ്ങളെ അവിടെ ലഭിച്ചു. അവര് മിക്ക ആളുകളും ജ്ഞാതരാണ്. അങ്ങനെ രാവിലെയും വൈകിട്ടും ഒക്കെയുള്ള പ്രാർത്ഥനയും ബൈബിൾ വാക്യങ്ങൾ പഠിച്ചു പ്രാർത്ഥിച്ചു. പിന്നെ ബാക്കിയുള്ള സമയങ്ങൾ ഞങ്ങൾ കരഞ്ഞും വിലപിച്ചും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖം പങ്കിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായി ആ പ്രിയ പിതാവ്, ഞങ്ങളുടെ പപ്പ എന്ന് പറഞ്ഞ ദൈവദാസൻ, പ്രാർത്ഥന ഞങ്ങളെ പഠിപ്പിക്കാനിടയായിത്തീരും. ഞാൻ കളിച്ചു നടക്കേണ്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ എന്നെ കൊണ്ടുപോയി എന്നോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ആ ദൈവദാസന്റെ നിർബന്ധം നിമിത്തം ഒരുപക്ഷെ മനസ്സോടെയൊക്കെ അടുത്തിരുന്ന് ഭയത്തോടും വിറയിലോടും പ്രയാസത്തോടും ഒക്കെ പ്രാർത്ഥിക്കാൻ ഇടയായി തീർന്നു. രാത്രിയുടെ ആമങ്ങളിലൊക്കെ തന്റെ അരികിൽ വിളിച്ചിരുത്തി എന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ആ സമയം പ്രാർത്ഥിക്കാനിടയായി. എന്നോട് പറഞ്ഞു, മോനെ ഭാരപ്പെടണ്ട, നിന്റെ അമ്മയ്ക്ക് ദൈവസന്ധാരണത്തിനുള്ള എന്തെങ്കിലും വഴി ദൈവം കാണിക്കും, നിങ്ങൾ അതുകൊണ്ട് ഭാരപ്പെടണ്ട എന്ന് ആ ദൈവദാസൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു ദിവസം, ഒരു ഞായറാഴ്ചയുടെ രാവിലെ സമയം, ഞങ്ങള് റോഡ് സൈഡിലാണ് ഞങ്ങളുടെ ഓർഫനേജ്. സൺഡേ സ്കൂളിന് അനന്തരമായി റോഡിലിറങ്ങി ഞങ്ങൾ നോക്കും, ഞങ്ങളെയൊക്കെ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ എന്ന് ദൂരത്തുനിന്ന് നോക്കും. അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു വയലറ്റ് കളർ സാരി ഉടുത്ത് എൻ്റെ മാതാവ് ദൂരത്തുനിന്ന് കടന്നു വരുന്ന കാഴ്ച കാണുവാനിടയായി. ഓടിച്ചെന്ന അമ്മയെ ഞാൻ ചോദിച്ചു, അമ്മയൊക്കെ എവിടുന്നാണ് ഈ പുതിയ സാരി കിട്ടിയത് എന്നാണ് ആദ്യം ചോദിച്ചത്. അമ്മ പറഞ്ഞു, സഭാഹാളിലേക്ക് പോകും, അവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയാമെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട് എന്ന് പറയാനിടയായി. അങ്ങനെ സഭായോഗം ആരംഭിച്ച് സാക്ഷ്യത്തിന് സമയം കൊടുക്കുമ്പോൾ അമ്മ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞു, എനിക്ക് കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പിയൂണായിട്ട് ജോലി ലഭിച്ചു എന്ന് പറയാനിടയായി. എനിക്ക് വലിയ സന്തോഷമുണ്ടായി, ഞങ്ങളുടെ അമ്മയ്ക്ക് ജോലി കിട്ടി. അങ്ങനെ ആ ദൈവദാസൻ അവിടുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു തന്നു, മോനെ ഒരു വാക്യം എന്നെ പഠിപ്പിച്ചു. ആ വാക്യം ഇങ്ങനെയായിരുന്നു. അനാഥശാലയിൽ ചെന്നപ്പോൾ ആദ്യം ലഭിച്ച വാക്യമാണ് സങ്കീർത്തനം 34:10. ഇങ്ങനെയായിരുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്ക് കുറവില്ല. മറ്റൊരു വാക്യം കൂടി അവിടെ ഉണ്ട്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി
അവരുടെ മുഖമോ ലജിച്ചു പോയതുമില്ല. എന്നാൽ നീ ഒരു കാര്യം ചെയ്താൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ ദൈവത്തിന് കഴിയും. ആ ദൈവദാസൻ ഞങ്ങൾക്ക് എല്ലാമായിരുന്നു. അങ്ങനെ അദ്ദേഹം പഠിപ്പിച്ച വചനങ്ങളും പ്രാർത്ഥനയും ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതിനുശേഷം അവിടെ തന്നെ ഞങ്ങൾ തുടർന്നു. അമ്മയുടെ ജോലി സ്ഥലത്തേക്ക് അമ്മ പോയി. ദീർഘനാളുകൾ വാടക ഭവനങ്ങളിൽ ഏകയായി കഴിയുവാനിടയായി തീർന്നു. എന്നാൽ അനന്തരമായിട്ട് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നോടൊരിക്കൽ ദേവദാസൻ പറഞ്ഞു, മോനെ പ്രാർത്ഥിക്ക്, ഒരു നല്ല ജോലി കൊടുക്കാൻ ദൈവത്തിന് കഴിയും. കാരണം അന്ന് കിട്ടിയ ജോലി എന്ന് പറഞ്ഞാൽ തുച്ഛമായ വരുമാനമായിരുന്നു, മാത്രമല്ല താൽക്കാലികമായിരുന്നു. പക്ഷെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ മാതൃസഭ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമക്കൾ അറിയാവുന്ന ആളുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ അങ്ങനെ അനേകരുടെ പ്രാർത്ഥന നിമിത്തം ഒരു വർഷം കഴിഞ്ഞ അനന്തരമായിട്ട് ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന എറണാകുളം ജില്ലയില് ഇന്ത്യൻ നേവിയില് കൊച്ചി നേവൽ ബേസിൽ ഒരു ക്ലാസ് 4 ജീവനക്കാരിയായിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്നു. അങ്ങനെ എറണാകുളം പട്ടണത്തിലേക്ക് മുണ്ടക്കയത്തിൻ വളത്താനം എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഈ എറണാകുളം പട്ടണത്തിലേക്ക് വരാനിടയായി തീർന്നു. അറിയില്ല, ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾക്ക് ഈ പട്ടണത്തിൽ എങ്ങനെ ജീവിക്കണമെന്നോ എങ്ങനെ മുമ്പോട്ട് പോകണമെന്നൊന്നും അറിയില്ല. ആ സാഹചര്യത്തിന് നടുവിൽ ദൈവമക്കളും ദൈവസഭകളും ഒക്കെ ഈ ദേശത്ത് ഞങ്ങൾക്കൊരു തണലായി മാറി. അങ്ങനെ ജീവിതത്തിന്റെ സ്ഥിതികളൊക്കെ മാറുവാൻ തുടങ്ങി. എന്നാൽ എവിടെയും താൽക്കാലികമായിട്ടായിരുന്നു വിളിച്ചത്. വെറും 8ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ് എൻ്റെ മാതാവിനുണ്ടായിരുന്നത്. എന്നാൽ താൽക്കാലികമായി വിളിച്ച ആ ജോലി താമസമിന സ്ഥിരമാകുവാനിടയായി തീർന്നു. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ ആ പാട്ട് പാടുവാനിടയായി തീർന്ന, ഗാനം പാടുവാനിടയായി തീർന്നതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി അതോടനുബന്ധപ്പെട്ട് ഞാൻ ഓർക്കാനിടയാകുകയാണ്. അപ്പോൾ തന്നെ ഈ സാഹചര്യത്തിന് നടുവിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മയുടെ സഹോദരി ഇവിടെ ഭർത്താവ് മരണപ്പെടുവാനിടയായി. അങ്ങനെ ഒരു മോളെ ദൈവദാനമായി തന്നു. അവർക്ക് അധികം നാൾ അവരുടെ പിതാവിനെ കാണുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ ആ കുടുംബം തകരുവാനിടയായി. വല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടെ ഞങ്ങളുടെ കുടുംബം മാറി. അങ്ങനെ വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും ഈ തകർച്ചയുടെ നടുവിൽ ഞങ്ങൾ അന്നായിരുന്ന ദൈവസഭയും ദൈവമക്കളും കണ്ണുനീരോടെ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന്, ഭവനമെന്ന് പറഞ്ഞാൽ കൊച്ചുകുടിലിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. അനന്തരഫലമായി 9ാം ക്ലാസ് വിദ്യാഭ്യാസമാണ് എൻ്റെ അമ്മയുടെ അനുജത്തിക്കുള്ളത്. ആ പ്രിയപ്പെട്ടവൾക്കും എറണാകുളത്ത് ഈ നേവൽ ബേസിന്റെ ഇന്ത്യൻ നേവിയുടെ അതേ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ഗേറ്റാണ് കടാരിബാഗിലുള്ള കേന്ദ്ര വിദ്യാലയ സ്കൂൾ. അവിടെ ഒരു പ്യൂൺ പോസ്റ്റിലേക്ക് എൻ്റെ അമ്മയുടെ അനുജത്തിയും കടന്നു വരുവാനിടയായി. അങ്ങനെ രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഓപ്പോസിറ്റ് ഗേറ്റുകളിൽ അവർ ജോലി ചെയ്യാനും അവിടെ വാടകയ്ക്ക് ഒരുമിച്ച് പാർക്കാനൊക്കെ ഇടയായി തീർന്നു. ദൈവകൃപയാൽ തകർന്നുപോയ ഞങ്ങളുടെ ജീവിതത്തിൽ ജീവസന്ധാരണത്തിനുള്ള വഴി ദൈവം ഞങ്ങളുടെ ഇരു കുടുംബങ്ങളിലും ഒരുക്കി. ഞങ്ങൾക്ക് പിതാക്കന്മാർ നഷ്ടപ്പെട്ടെങ്കിലും നല്ല പിതാവായി, നല്ല സഖിയായി ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കൂടെ ഇരിക്കാനിടയായി. ആത്മഹത്യ ചെയ്ത് പോകണ്ട, തകർന്നു പോകണ്ട, ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാതെ, നല്ലൊരു വസ്ത്രം ധരിക്കാനില്ലാതെ, കയറി കിടക്കാൻ ഒരു നല്ല വീടില്ലാതെ ഇരുന്ന ആ സാഹചര്യത്തിൽ ഞങ്ങൾ ഇരു കുടുംബങ്ങളെയും ഈ മേഖലകളിലെല്ലാം ദൈവം മാനിക്കാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ കരുണയാൽ
രണ്ടുപേരും ജോലി പൂർത്തീകരിച്ച ആയുസോടെ അവരുടെ വിശ്രമ ജീവിതം ഇപ്പോൾ നയിക്കുകയാണ്. രണ്ടുപേരും റിട്ടയർഡായി ഇന്ന് രണ്ടുപേരും വിശ്രമ ജീവിതം നയിക്കുകയാണ്. തലമുറകളായി ഞങ്ങൾക്ക് മാന്യമായ വിദ്യാഭ്യാസം ദൈവം തരുവാനിടയായി. അതിനുശേഷവും എൻ്റെ മാതാവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഇത്രയും കഷ്ടപ്പാടിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നു വന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി മേടിക്കണം എന്നൊക്കെയുള്ള ഒരാഗ്രഹം ഏത് മാതാപിതാക്കളെ പോലെയും എൻ്റെ മാതാവും എന്നോട് പറയാനിടയായി. അങ്ങനെ ഞാൻ എൻ്റെ SLC പഠനത്തിന് അനന്തരമായിട്ട് ITയിൽ എൻ്റെ പഠനം പൂർത്തീകരിക്കുകയും ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഞാൻ പാസ്സാകുകയും അനന്തരമായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ എൻ്റെ അപ്രന്റീസ്ഷിപ്പ് ഞാൻ പൂർത്തിയാക്കുകയും ചെയ്തു. അനന്തരമായി ചെറിയ ചെറിയ ജോലി കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ വിവിധ സ്ഥലത്തു നിന്ന്, സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് വീണ്ടും എന്നെ ജോലിക്ക് വിളിക്കാനിടയായി തീർന്നു. എന്നാൽ അതൊക്കെ ലഭിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ ഉള്ളിൽ ഒരു വലിയ ആഗ്രഹമുണ്ടായിരുന്നു. സങ്കീർത്തനത്തിലൊരു വാക്യം ഇങ്ങനെയുണ്ട്: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും. മാതാവ് എപ്പോഴും പറയുമായിരുന്നു, എങ്ങനെയെങ്കിലും പഠിച്ച ഒരു ജോലി ലഭിക്കണം. ദൈവത്തിന്റെ കരുണയാല് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒരുങ്ങി വന്നെങ്കിലും എൻ്റെ അകത്ത് ആഗ്രഹം എന്ന് പറയുന്നത് കർത്താവിന്റെ വേല ചെയ്യണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ കരുണയാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്തിത്തള്ളിക്കൊണ്ട് ഞാൻ കർത്താവിന്റെ വേലയിൽ 2001 മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ രജിസ്ട്രേഷൻ കോഴ്സിൽ ചേർന്ന് GTH കോഴ്സ് പഠിക്കുവാനും എൻ്റെ വേദപഠനം പൂർത്തീകരിക്കാനും ഇടയായിത്തീർന്നു. സ്തോത്രം. അനന്തരമായി 2003 മുതലുള്ളതായ കാലഘട്ടത്തിൽ കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് പരസ്യയോഗങ്ങളിലും കൺവെൻഷനുകളിലും ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ടാലന്റുകൾ വ്യാപാരം ചെയ്യുവാനുള്ള അവസരങ്ങൾ ദൈവം എനിക്ക് നൽകുവാനിടയായി തീർന്നു. അങ്ങനെ നാളിതുവരെയും കേരളത്തിന്റെ 14 ജില്ലകളിൽ, നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഇടയാക്കി തീർത്തു. ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പരസ്യമായി യേശുവിനെ ഉയർത്തുക എന്നുള്ളത്. അങ്ങനെ ദൈവത്തിന്റെ കരുണയാൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി പ്രത്യേകിച്ച് എറണാകുളം പട്ടണത്തിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഗാന ശുശ്രൂഷകളിലൂടെയും ആത്മീയ പ്രഭാഷണങ്ങളിലൂടെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ ദൈവകൃപയാൽ കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ജീവിതത്തിൽ ഇതിന്റെ ഈ ശുശ്രൂഷയുടെ പാന്താവിൽ തകർന്നുപോയ ഒരുപറ്റം ആളുകളെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭാഗ്യം നൽകി. വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെ എന്നോട് ഇടപെടുവാൻ ഇടയായി തീർന്നു: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം? സഹോദരൻ ശവക്കുഴി കാണാതെ അവന് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ ആർക്കും കഴിയുകയില്ല. ഒരാത്മാവിന്റെ വില എന്ന് പറയുന്നത് മുഴുലോകത്തേക്കാൾ വിലയേറിയതാണ് എന്നിത്യാദി സത്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ തകർന്നു പോകുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ടല്ലോ. മദ്യപാനം, അതുപോലെ മയക്കുമരുന്നുകളുടെ ഉപയോഗം, അതുപോലെ തന്നെ കുടുംബ വിഷയങ്ങൾ, അതുപോലെയുള്ളതായ ജീവിത തകർച്ചകളിൽ കൂടെ ആരും സഹായിപ്പാനില്ലാതെ ആലംബഹീനരായി ആശയറ്റവരായി കഴിയുന്ന ഒരുപാട് മക്കൾ ഈ ലോകത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ അവരോട് ഞാൻ അറിഞ്ഞ സത്യം
എനിക്ക് വിളിച്ചു പറയണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടി തന്നെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ സുവിശേഷവുമായി കടന്നു പോകാനിടയായി. ഇതിനിടയിൽ പല പ്രിയപ്പെട്ടവരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് കൃപയാൽ അടിയന്റെ ശുശ്രൂഷയിലൂടെ ഇടയായി തീർന്നു. ആർക്കും വേണ്ടാതെ ലഹരിക്ക് അടിമകളായിരുന്നവരെ ഇന്ന് കർത്താവിന്റെ കൃപയാൽ നേടുവാനും ഇന്ന് അതിൽ പല പ്രിയപ്പെട്ടവരും കർത്താവിന്റെ മഹത്വമുള്ളതായ വേലയിൽ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതോർത്തും ഒരുപക്ഷെങ്കിൽ അവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടാകാം. കർത്താവ് സഹായിക്കട്ടെ. മാത്രമല്ല, ഗാനങ്ങളിലൂടെ ഒരു മനുഷ്യനെ സ്പർശിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് എന്റെ പച്ചയായ ജീവിതാനുഭവത്തിൽ എനിക്ക് മനസ്സിലാകാനിടയായി. കൂടുതലും ക്രിസ്തീയ ഗാനങ്ങൾക്ക് ഒരു വലിയ പ്രസക്തി അതിൻ്റെ അകത്തുണ്ട്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ സിനിമാ ഗാനങ്ങളും ഒക്കെ പാടി അതിന്റെ പിന്നാലെ നടന്നിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ അവിടെ ഒന്നും കാണാത്തൊരു ദൈവിക സമാധാനവും ദൈവപ്രവൃത്തിയും ആത്മീയ ഗാനങ്ങൾ കേൾക്കുമ്പോഴും പാടുമ്പോഴും ഉണ്ടാകുന്നുവെന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ എനിക്ക് മനസ്സിലായി. ആദ്യ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു, കർത്താവേ, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുത്തി കർത്താവിന്റെ വേലയിലേക്ക് ഇറങ്ങുമ്പോൾ അത് നിമിത്തം ആരെങ്കിലും ഒക്കെ പാടിയാലും പ്രസംഗിച്ചാലും അവർ രക്ഷ പ്രാപിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഞാൻ ദൈവത്തോട് പറഞ്ഞു. ആദ്യമായി എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, നിലമ്പൂര് പട്ടണത്തിൽ ഞാൻ അന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഗോസ്പൽ ടീം ഉണ്ടായിരുന്നു, ഷാലോ മൊബൈൽ ഗോസ്പൽ ടീം. അതിന്റെ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്നത് പാസ്റ്റർ ബാബുമോൻ ജോർജാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഷെറിൻ ആന്റി, ദൈവം ദാനമായി കൊടുത്ത 3 കുഞ്ഞുങ്ങൾ. അവരെ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനുമായിട്ടൊരു ആത്മീയ ബന്ധത്തിലേക്ക് കടന്നു വരുവാനും ആ ടീമിലെ അംഗമായി ഏകദേശം ഒരു 13 വർഷത്തോളം ആ ടീമിൽ പ്രവർത്തിക്കാൻ, പ്രത്യേകിച്ച് മലബാർ ഏരിയകളിൽ കൂടുതലായി പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. ആയിരക്കണക്കിന് ഇടങ്ങളിൽ പരസ്യയോഗങ്ങൾ നടത്താൻ ദൈവം കൃപ ചെയ്തു. മൈക്ക് സാങ്ഷനോട് കൂടി തന്നെ അതിനുള്ള അവസരങ്ങൾ ദൈവം വേർതിരിച്ചു. നിലമ്പൂര് ഒരു ദിവസം രാവിലെ ഞങ്ങൾ പരസ്യയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിറങ്ങി. അങ്ങനെ ഏറെക്കുറെ 9 മണിയോട് അടുത്തതായ സമയം നിലമ്പൂർ പട്ടണത്തിന്റെ സമീപത്ത് ഒരു കോളനി ഉണ്ട്. ആ കോളനിയുടെ സമീപത്ത് നിന്ന് ഞാനൊരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാട്ട് ഇങ്ങനെയായിരുന്നു: പണം കൊടുത്ത് പലതും നേടും മനുഷ്യ, പണം കൊടുത്താൽ ഉലകിലെങ്ങും വാഴുമോ? പണം കൊടുത്താൽ നിനക്ക് മണിമേട വാങ്ങാം, പക്ഷെ ആ മണിമേടയിൽ ശാശ്വതമായി നീ അർത്ഥമടങ്ങുന്ന ആ മനോഹര. ഞാനത് പാടുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു ചെറുപ്പക്കാരൻ ഇരുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഞങ്ങൾ നോക്കിയെങ്കിലും ഒരിക്കലും അദ്ദേഹം ഈ ഗാനം ശ്രദ്ധിക്കുകയാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്നാൽ ആ പാട്ടിന് നിരന്തരമായിട്ട് അദ്ദേഹം ഞങ്ങളോട് ഒപ്പമുള്ള ദൈവദാസന്മാരെ വിളിക്കുകയും എൻ്റെ ഫോൺ നമ്പർ കളക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ദൈവത്തിന്റെ കരുണയാൽ ആ സഹോദരൻ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നെ വിളിക്കുകയും എന്നോട് പറഞ്ഞു, ഞാൻ തകർന്നൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഞാനും എൻ്റെ ഭാര്യയും 3 കുഞ്ഞുങ്ങളും അടങ്ങുന്നൊരു വീടാണ്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു ഉള്ളിലാണ്. എനിക്ക് സ്വന്തമായി വീടില്ല. ഇനി മുൻപിൽ ആത്മഹത്യ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ കാണാൻ താല്പര്യമുണ്ട്. എവിടെയാണ് വീട്? ഞാൻ പറഞ്ഞു, എൻ്റെ വീട് എറണാകുളത്താണ്, അനങ്ങാടാണ്. അദ്ദേഹം എൻ്റെ ഫോൺ നമ്പറിൽ എന്നെ ബന്ധപ്പെട്ടു. അദ്ദേഹം എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ വരണം. ഞാൻ പറഞ്ഞു, ധൈര്യമായി വാ. അങ്ങനെ എൻ്റെ വീട്ടിൽ വരികയും അദ്ദേഹത്തെ ഞാൻ എൻ്റെ വീട്ടിൽ കൈക്കൊള്ളുകയും രാത്രി 2:30 മണി വരെയുള്ള സമയം അദ്ദേഹത്തോട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ സുവിശേഷം, യേശുവിന്റെ ആഴമായ സ്നേഹം, ജീവിതത്തിൽ തകർന്നു പോകേണ്ട സ്ഥാനത്ത് എന്നെ കരം പിടിച്ച് ഉയർത്തിയ യേശുവിന്റെ ദിവ്യമായ അനുഭവങ്ങളെ കുറിച്ച് ആ പ്രിയ സഹോദരനുമായി പങ്കിടുവാനിടയായിത്തീർന്നു. ഇന്ന് രാത്രിയിൽ അദ്ദേഹം എന്നെ ആലിംഗനം ചെയ്ത് എന്നോട് പറഞ്ഞു, എനിക്ക് യേശുവിനെ വേണം. സ്തോത്രം. ഇന്ന് ആ കുടുംബം ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാകാം. അവർ ആത്മഹത്യയിൽ നിന്ന്
വിടുവിക്കപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. എനിക്കൊരു കാര്യം ഉറപ്പായി, ഗാനങ്ങളിലൂടെയും ആളുകളെ രക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. എൻ്റെ ആ ഒരു ധൈര്യം ഒന്നുകൂടെ വർദ്ധിച്ചു. അങ്ങനെ അനേക വേദികളിൽ ഏറ്റവും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു വലിയ സ്റ്റേജിനേക്കാൾ വേദിയേക്കാൾ പരസ്യമായ ഇതുപോലുള്ള കവലകളാണ്. ആരും ചെല്ലാത്ത ഗ്രാമങ്ങൾ. അങ്ങനെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കേരളത്തിലെ വിവിധ ജയിലുകൾ സന്ദർശിക്കുക ഇടയായി തീർന്നു. അദ്ദേഹത്തിന് മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി തകർന്നുപോയ ഒരുപാട് ചെറുപ്പക്കാരെ കാണാനും അവരുടെ നടുവിൽ പാടുവാനും അവരോട് ദൈവവചനം പ്രസംഗിപ്പാനൊക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. പലരെയും എനിക്ക് ദൈവം പരിചിതരാക്കി തീർത്തു. പലരുടെയും ജീവിതത്തിന്റെ കണ്ണുനീരൊപ്പാൻ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ കഴിഞ്ഞ ദീർഘനാളുകളായിട്ട് ഈ കർത്താവിന്റെ വേല ഇതുവരെ ചെയ്തു വരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ കുടുംബമായി കർത്താവ് ഞങ്ങളെ സഹായിച്ചു. പനങ്ങാടിന്റെ ദേശത്ത് പാർത്ത് കർത്താവിന്റെ മഹത്വമുള്ളതായ വേലയ്ക്ക് ഇടയിൽ സാക്ഷ്യം വഹിച്ച് വരികയാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്കപ്പുറത്ത് ഒരു വലിയ അപകടം എനിക്ക് സംഭവിക്കാൻ ഇടയായി തീർന്നു. വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളുണ്ട്. എങ്കിലും അപകടത്തിൽ ഒരുപക്ഷെ ഈ ലോകത്തുനിന്ന് മരണവഴിയായി മാറ്റപ്പെട്ടു പോകേണ്ടതായിരുന്നു ഞാൻ. സ്തോത്രം. അതിന്റെ സാക്ഷ്യങ്ങളൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്നാൽ ആ സ്ഥാനത്ത് കർത്താവ് അനേക ദൈവമക്കളുടെ സ്വദേശത്തും വിദേശത്തുമുള്ള അനേക ദൈവ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയും അവരുടേതായ സഹകരണം ഒക്കെ നിമിത്തം കർത്താവിനെ അത്ഭുതകരമായി വിടുവിക്കാൻ ഇടയായി തീർന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം 25-ാം തീയതി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞാൻ കടന്നു പോകുമ്പോൾ ജീവിതത്തിന്റെ ഒരു ഭാഗമായി പ്രത്യേകിച്ച് മീറ്റിങ്ങുകളൊന്നും ഇല്ലാതിരിക്കുന്ന സമയം ഒക്കെ ഞാൻ കണ്ടെത്തി ഭൗതികമാകുന്ന ചെറിയ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ജോലി സ്ഥലത്ത് വെച്ച് ഞാൻ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പടന്നുകൊണ്ടിരുന്ന ആയുധം അഥവാ കട്ടർ തന്നെ എൻ്റെ തലയിൽ കൊള്ളുകയും എൻ്റെ സ്കള്ളിന് ഡാമേജ് ഉണ്ടാകുകയും ബ്ലീഡിംഗ് ഉണ്ടാകുകയും ഒക്കെ ചെയ്തു. എന്നാൽ അത്ഭുതകരമാകുന്ന നിലയിൽ ആ സർജറിക്കൊക്കെ ശേഷമായി കർത്താവ് എന്നെ സൗഖ്യമാക്കാനിടയായി തീർന്നു. സ്തോത്രം. അതിനുശേഷം ഇപ്പോൾ കർത്താവിൻ്റെതായ മഹത്വമുള്ളതായ വേലയിൽ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നു. സ്തോത്രം. തുടർന്നുള്ള ജീവിത പ്രയാണയാത്രയിൽ അന്ത്യം വരെയും ഈ കർത്താവായ യേശുവിനെ ഉയർത്തണം എന്നുള്ളതാണ് ജീവിതത്തിലെ ഏക ആഗ്രഹമെന്ന് പറയുന്നത്. ഞാനത് പറയുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ തകർന്നുപോയ ഏതൊരു വ്യക്തിയെയും പണിതെടുക്കാൻ കർത്താവിന് കഴിയും. ജീവിതത്തിൽ നിരാശരായവരെ, പ്രതീക്ഷയറ്റവരെ, ജീവിതത്തിൽ ഇനി മുമ്പോട്ട് വഴിയില്ല എന്ന് കരുതി ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നവരായിട്ട് ആരെങ്കിലും ശ്രദ്ധിക്കുന്നെങ്കിൽ, ഇല്ല, നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ കർത്താവ് യേശു ക്രിസ്തുവിന് കഴിയും. യേശുവിന്റെ സ്നേഹം അത്ര ആഴമേറിയതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ തുറന്നുള്ളതായ കാലഘട്ടങ്ങളിൽ പൂർണ്ണമായും കർത്താവിന്റെ മഹത്വമുള്ളതായ വേലയിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് ജീവിതത്തിലെ ഏക ആഗ്രഹം എന്ന് പറയുന്നത്. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശു രാജാവായി വേഗം വരുന്നു. അപ്പോസ്തല പ്രവൃത്തി 16:31 അതിശക്തമായ ഒരു വേദവാക്യമുണ്ട്. അതെങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ കർത്താവിനെ കണ്ടുമുട്ടിയവരാരും നശിച്ചു പോയിട്ടില്ല. കർത്താവ് കരം പിടിച്ചവരാരും ബലഹീനരായി തീർന്നിട്ടില്ല. കർത്താവിന്റെ കയ്യിൽ ജീവിതം സമർപ്പിച്ചവരാരും നിരാശരാകേണ്ടി വന്നിട്ടില്ല.
അതുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറകളെ ഒക്കെ വഴി നടത്തിയ ആ നല്ല കർത്താവിന് സകല മാനവും സകല മഹത്വവും ഞാൻ അർപ്പിക്കുകയാണ്. സ്തോത്രം. മറ്റു പല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ എനിക്ക് പറയാനുണ്ടെങ്കിലും കർത്താവിന്റെ വേല നിമിത്തം എന്റെ വാക്കുകളിലൂടെ പരിമിതപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പാസ്റ്റർ കർത്താവിന്റെ വേലയിൽ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് ദേവദാസിന് എന്തെങ്കിലും എതിർപ്പുകൾ വല്ലതും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം പരസ്യയോഗമൊക്കെ നടത്താൻ ഒത്തിരി എതിർപ്പുകളുണ്ടല്ലോ. ഉണ്ട്. അതായത് ചില ജീവിതാനുഭവങ്ങൾ ഞങ്ങളുടെ മീറ്റിംഗ് നടത്തുന്ന സന്ദർഭത്തില് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഉപദ്രവിക്കാൻ ആള് വന്നിട്ടുണ്ട്. പക്ഷെ നേരത്ത് കൈവെക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എറണാകുളത്ത് വെച്ചും അതുപോലെ കണ്ണൂര്, മലപ്പുറം ഈ ഭാഗങ്ങളിലൊക്കെ വെച്ച് ഞങ്ങൾക്കെതിരെ ആളുകൾ വന്ന് വാഗ്വാദങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പോകണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഓടിച്ചിട്ടുണ്ട്, അസഭ്യം പറഞ്ഞിട്ടുണ്ട്, കരം ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വടിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ശരീരത്തിൽ ഒരു ഉപദ്രവം ചെയ്യാൻ ഇടയായി തീർന്നിട്ടില്ല. മാത്രമല്ല ആ സമയങ്ങളിലൊക്കെ ദൈവത്തിന്റെ വലിയ പ്രൊട്ടക്ഷൻ അനുഭവിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അല്ലാതെ മറ്റു ഉപദ്രവങ്ങളൊന്നും ഏൽക്കുവാൻ ഇടയായിട്ടില്ല. കർത്താവ് സഹായിക്കട്ടെ. ദേവദാസിന്റെ ജീവിതയാത്രയിൽ ഇനിയും അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം കുടുംബമായി സഹായിക്കട്ടെ, ഉപയോഗിക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ പാസ്റ്ററെ, ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ. പാസ്റ്ററിന് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസിയോടുള്ള, പ്രത്യേകിച്ച് ഈ ജോയ്സ് TV മിനിസ്ട്രീസിനോടുള്ള എന്റെ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിച്ച എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തു മുസ്ലിം നാമത്തിലുള്ള നന്ദിയും വന്ദനവും ഞാൻ അറിയിക്കുന്നത്. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓക്കെ, താങ്ക് യു പാസ്റ്ററെ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നമ്മുടെ വാഴ്ത്തുന്നു. കർത്താവേ, ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് കർത്താവ് യേശു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ കർത്താവെ പങ്കുവെക്കാൻ ദൈവം തന്ന സാവകാശത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജോയ്സ് TV മിനിസ്ട്രീസിനായി ഞങ്ങൾ സ്തോത്രം. ഇതിന് നേതൃത്വ സ്ഥാനങ്ങൾ വഹിക്കുന്ന കർത്തൃദാസിക്കായി സ്തോത്രം. കർത്താവെ, പ്രേക്ഷകർക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അവരെല്ലാവരെയും കർത്താവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ തകർന്നുപോയ ജീവിതങ്ങളെ കർത്താവിന്റെ ദിവ്യമാകുന്ന സ്നേഹത്തിൽ കർത്താവെ, ഈ നാളുകളിൽ അനേക പ്രിയപ്പെട്ടവർ, ജീവിതത്തിൽ തകർന്നുപോയ ആളുകൾ, നിരാശ അനുഭവിക്കുന്നവരൊക്കെ കർത്താവിൽ ആശ്വാസവും വിടുതലും അനുഭവിക്കാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രിയെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ ശബ്ദം കേട്ട, ശ്രമിച്ച, ജീവിതത്തിൽ തകർന്നുപോയ ഏതെങ്കിലും വ്യക്തികൾ ഞങ്ങളെ ശ്രദ്ധിച്ചെങ്കിൽ കർത്താവ് അവരുടെ ജീവിതത്തിൽ തകർച്ചയിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുമ്പോൾ നന്ദി. യേശുവിൻ ധന്യമായ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്ന കൃപ കേൾക്കുമാറാകണം. കർത്താവേ, ആമേൻ. ഓക്കെ പാസ്റ്റർ, താങ്ക് യു.